നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിച്ചാൽ ഏതു രാജ്യമാണെങ്കിലും ആക്രമിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെ ഉദ്ദേശിച്ചാണ് പ്രതിരോധ മന്ത്രിയുടെ ഗൗരവമുള്ള പ്രസ്താവനയെന്ന് വ്യക്തമാണ്. ഇന്ത്യയിൽ അശാന്തി പടർത്തി, ഇന്ത്യയിൽ തീവ്രവാദം നടത്തിയ ശേഷം രക്ഷപ്പെട്ടോടിയാൽ ആ തീവ്രവാദിയെ പിന്തുടർന്ന് എവിടെയെത്തിയും കൊലപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഏറ്റെടുത്ത് പാകിസ്ഥാൻ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. പാക് പത്രമായ ഡോൺ ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവന ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഇന്ത്യയുടെ പ്രസ്താവന ഏറ്റവും ഗൗരവമുള്ളതാണെന്ന്, അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ തുടരെ പ്രകോപിപ്പിച്ചാൽ വെറുതെ വിടില്ലെന്നായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന. ഭീകരരെ വധിക്കാൻ പാകിസ്ഥാനിൽ കടന്നുകയറി ആക്രമിക്കാനും രാജ്യം മടിക്കില്ല. ഏറ്റവും നിർണായകമായ ഒരു പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണെങ്കിൽ കൂടി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു പ്രസ്താവന. ഇന്ത്യയിൽ തീവ്രവാദം നടത്തിയ ശേഷം രക്ഷപ്പെട്ടോടിയാൽ ആ ഭീകരവാദിയെ പാകിസ്ഥാനിലെത്തിയും കൊലപ്പെടുത്തും. അത് ഇന്ത്യയുടെ സൈന്യത്തിന് അതിനുള്ള കഴിവുണ്ട്. ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കും. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നത്. ഭീകരരെ വധിക്കാൻ പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമിക്കാനും ഇന്ത്യ മടിക്കില്ല. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തി ഏതെങ്കിലും മാർഗത്തിലൂടെ ഒളിച്ചു കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെട്ടാൽ ആ ഭീകരവാദിയെ ആ രാജ്യത്തിൽ കടന്നു കയറി ആക്രമിക്കാൻ സജ്ജമാണ് ഭാരതം. ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെയാണ്. ഇന്ത്യയിൽ നിരന്തരം പ്രകോപനപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് ആ രാജ്യത്തേക്ക് കടന്നു കയറി ഒളിവിൽ കഴിയുന്നവരെ പാകിസ്ഥാന്റെ മണ്ണിലെത്തി കൊലപ്പെടുത്താൻ സജ്ജമാണ് ഇന്ത്യൻ സൈന്യം. അതിനും ഇന്ത്യൻ സൈന്യം മടിക്കില്ല. പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇതിനെതിരെ കടുത്ത നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പത്രമായ ഡോൺ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രകോപനപരമായ പ്രസ്താവനയാണ് രാജ്നാഥ് സിംഗിൻ്റെതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ കടന്നുകയറി യുദ്ധം ചെയ്ത ശേഷം അതിർത്തി കടന്ന് അഭയം പ്രാപിക്കുന്ന ഭീകരരെ ആ രാജ്യത്തെത്തി കൊലപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടി പാകിസ്ഥാനിലേക്ക് കടന്നുകയറി ആക്രമണം നടത്താനും ഭാരതം മടിക്കില്ല എന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന. അയൽ രാജ്യങ്ങളുമായി ആരോഗ്യകരമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ആരെങ്കിലും ഇന്ത്യക്കെതിരെ നിരന്തരം നീക്കങ്ങൾ നടത്തുകയും അതിർത്തി കടന്നു വന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അവരെ വെറുതെ വിടില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. എല്ലാ അയൽ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. അന്യരാജ്യത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും ഭാരതത്തിന് വേണ്ട. ഭാരതം മറ്റു രാജ്യത്തിന്റെ ഒരു ഇഞ്ച് ഭൂമിയിൽ പോലും കടന്നു കയറിയിട്ടുമില്ല. അതാണ് ഇന്ത്യയുടെ സ്വഭാവം. എന്നാൽ ആരെങ്കിലും ഇന്ത്യയെ തുടരെ പ്രകോപിപ്പിച്ചു കൊണ്ടിരുന്നാൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാതെ തരമില്ല. ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തിയാൽ അവരെ ഏതറ്റം വരെ ചെന്നും ഇന്ത്യ തുരത്തുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അതേസമയം ഭീകരരെ അതിർത്തി കടന്ന് കൊലപ്പെടുത്തുമെന്ന രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ പ്രസ്താവനയ്ക്കെതിരെ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു. മന്ത്രിയുടെ പ്രസ്താവന പ്രകോപനപരമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പാക് മാധ്യമമായ ഡോൺ ആണ്. CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ രാജ്നാഥ് സിംഗ് നടത്തിയത്. 2019 ശേഷം ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ പാകിസ്ഥാനിൽ കടന്ന് ഭീകരരെ വധിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരന്തരമായി പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണമാണിത്. പലപ്പോഴും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പലരെയും അജ്ഞാതർ വെടിവെച്ചു കൊന്നിരുന്നു. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്ന വാദമാണ് പാകിസ്ഥാൻ ഉയർത്തി വന്നിരുന്നത്. എന്നാൽ ഇതിനെ ഇന്ത്യ പലതവണ നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ദ ഗാർഡിയൻ എന്ന പത്രം ഇത് സംബന്ധിച്ച നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. 2019 ശേഷം
പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട തീവ്രവാദ നേതാക്കളുടെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് പങ്കുണ്ടെന്നായിരുന്നു വാർത്ത. 2019 ശേഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി അവിടെയുള്ള ഭീകര നേതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം സുരക്ഷിതമായി ഇന്ത്യയുടെ ഇന്റലിജൻസ് സംഘങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഗാർഡിയൻ പത്രത്തിൻ്റെ റിപ്പോർട്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ പത്രത്തിൻ്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുന്നു. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും പൂർണ്ണമായി ഇതിനെ തള്ളിക്കളയുന്നു. ഇതൊക്കെ ഒരു സ്വപ്ന സൃഷ്ടി മാത്രമാണെന്നും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടില്ലെന്നുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം തങ്ങളുടെ പ്രസ്താവന നടത്തിയത്. ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമാക്കി ഉയർന്ന ചോദ്യത്തിനാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്യത്തിനുള്ളിൽ തീവ്രവാദം നടത്തിയ ശേഷം ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോയാൽ അവരെ പാകിസ്ഥാനിൽ ചെന്നും കൊന്നു തള്ളും. അതിന് ഇന്ത്യക്ക് മടിയില്ല. ഇന്ത്യ അത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ചെയ്യുകയും ചെയ്യുമെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് ചില കണക്കുകൂട്ടലുകളിലൂടെയാണ്. ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക, പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക. പുൽവാമയിലടക്കം ഇന്ത്യയുടെ അതിർത്തികളിൽ പല ഘട്ടങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയ തീവ്രവാദ ശക്തികൾക്ക് എല്ലാ കാലത്തും വെള്ളവും വളവും ആയുധവും നൽകി സഹായിക്കുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനെ പൂർണ്ണമായും അതിർത്തികളിൽ നിന്ന് തുടച്ചു നീക്കുക, അതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അതൊപ്പം തന്നെ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക. പാക് അധീന കാശ്മീരിൽ ഉള്ള ജനങ്ങൾ ഇപ്പോൾ തന്നെ സ്വമേധയാ ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു സൈനിക നീക്കത്തിലൂടെ അല്ലാതെ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞിരുന്നു. ഇത് മാത്രവുമല്ല, പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സ്വപ്നമാണ്. അതിനുശേഷം മാത്രമേ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയൂ എന്ന് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ രാജ്നാഥ് സിംഗിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ചില മുന്നറിയിപ്പുകൾ പാകിസ്ഥാന് നൽകുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യ ഇതാ സുസ്ഥിരമായ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ആഭ്യന്തര സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായ ലോകത്തിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ശക്തിയായി മാറാൻ വേണ്ടിയുള്ള കുതിപ്പ് തുടരുന്നു. അതിനൊപ്പം തന്നെ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അയൽ രാജ്യത്തു നിന്നുള്ള ഭീകരവാദികൾ ഇന്ത്യയിലെ സമാധാനത്തിന് ഉലച്ചിലുണ്ടാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതിന് തക്കതായ മറുപടി നൽകാനുള്ള ഉത്തരവാദിത്തം ഭാരതത്തിനുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദം നടത്തിയ ശേഷം പാകിസ്ഥാനിലേക്ക് അവർ ഓടി ഒളിച്ചാൽ അവിടെ എത്തി അവരെ കൊല്ലുക എന്നുള്ളത് ഇന്ത്യയുടെ നീക്കത്തിൻ്റെ ഭാഗമാണ്. അത് ഇന്ത്യ ചെയ്യുക തന്നെ ചെയ്യും. വളരെ കൃത്യമായൊരു നിലപാടാണ് രാജ്നാഥ് സിംഗ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ പാകിസ്ഥാനെ ഭയപ്പെടുന്നില്ല. നമുക്കറിയാം, ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലരും പറഞ്ഞു കേട്ടത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങളിൽ പലതിലും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് പങ്കുണ്ട്. പാകിസ്ഥാനിൽ നിരന്തരം അജ്ഞാതരാൽ തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെടുകയാണ്. ഇത്തരത്തിലുള്ളൊരു അജ്ഞാതൻ ആരാണ്? സോഷ്യൽ മീഡിയ അടക്കം പലപ്പോഴും രസകരമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ അജ്ഞാതനെ പിടികൂടാൻ എന്തുകൊണ്ട് പാകിസ്ഥാൻ കഴിയുന്നില്ല? എവിടെ ഈ തീവ്രവാദ നേതാക്കൾ തെരുവുകളിലൂടെ പരസ്യമായി ആയുധങ്ങളേന്തിയ അംഗരക്ഷകരുമായി പോകുമ്പോഴാണ് അജ്ഞാതൻ പൊടുന്നനെ എത്തുന്നതും വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ ശേഷം പൊടുന്നനെ അപ്രത്യക്ഷമാകുന്നതും. അപ്പോൾ ഈ അജ്ഞാതനെ കുറിച്ചാണ് ഗാർഡിയൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയത്. ഗാർഡിയൻ്റെ ആ വാർത്തയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി രാജ്നാഥ് സിംഗിൻ്റെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തി, ഒരു സ്ഫോടനം നടത്തി, ഒരു ഭീകരൻ രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോയാൽ പാകിസ്ഥാന്റെ മണ്ണിലെത്തി ഞങ്ങൾ കൊലപ്പെടുത്തും. അതാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ വലിയ എന്തോ പ്രകോപനപരമായ പ്രസ്താവന എന്ന രീതിയിൽ ഇപ്പോൾ പർവ്വതീകരിച്ച് കൊണ്ടുവരുന്നു. ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇത് നയതന്ത്ര ഇടപെടലുകൾ തമ്മിലുള്ള ഉലച്ചിലുണ്ടാക്കുന്ന വിഷയമാണെന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യ അതിന് മറുപടി നൽകുന്നില്ല. ഇതിൽ ഇന്ത്യ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഗാർഡിയൻ പത്രത്തിൻ്റെ റിപ്പോർട്ടിനെ തള്ളുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ വീഴരുതെന്ന് ഇന്ത്യയുടെ
ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ വീഴരുതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ ബോധപൂർവ്വം നടത്തുകയാണ് പാകിസ്ഥാനും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും. അതിൽ സാധാരണക്കാർ വീഴരുത്. ഇതൊക്കെ തന്നെ ഒരു സ്വപ്ന സൃഷ്ടി മാത്രമാണ്, യാഥാർത്ഥ്യമായി പുലബന്ധമില്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരെ ഇന്ത്യ സ്വന്തം പാകിസ്ഥാന്റെ മറ്റൊരു ന്യായീകരണം കൂടിയുണ്ട്. പാകിസ്ഥാനിലെ സാധാരണക്കാരെ ഇന്ത്യ സ്വന്തം താല്പര്യപ്രകാരം ഭീകരവാദികളെന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ നാട്ടിലെത്തി അവരെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇത് കുറ്റകരമായ സംഗതിയാണ്. നൂറുകണക്കിന് കൊലപാതകങ്ങളിൽ പ്രതികളായ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീവ്രവാദികളെന്ന് മുദ്രകുത്തിയവരെയാണ് സാധാരണക്കാരെന്നും പാവപ്പെട്ടവരെന്നും പാകിസ്ഥാൻ പറയുന്നത്. അവരെ കാലപുരിക്ക് അയക്കുന്ന അജ്ഞാതൻ ആര് എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയാത്ത കാര്യമാണ്. ആ അജ്ഞാതൻ ഇന്ത്യയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനെ വെറും നുണപ്രചരണമെന്ന് പറഞ്ഞ് ഭാരതം തള്ളിക്കളയുകയും ചെയ്യുന്നു.